പ്രതിവർഷം ലക്ഷക്കണക്കിന് കിലോ ഡ്രഗുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതും നമ്മുടെ യുവാക്കളെയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയിൽ 8ഓളം കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പോലീസ് ആയിക്കോട്ടെ 16ഓളം കേസുകളായിരുന്നു, അതും പ്രായപൂർത്തിയാത്ത കുട്ടികൾ. 2021 681 കുട്ടികളായിരുന്നു സംസ്ഥാനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ വിമുക്തി നേടിപ്പോയിട്ടുണ്ടായിരുന്നത്. 2022 ആയപ്പോഴേക്കും അത് 1283 ആയി. 2023 ആയപ്പോഴേക്കും 1982 ആയി. 2024 ആയപ്പോഴേക്കും 2880ഓളം കുട്ടികളായിരുന്നു. 2016 മുതൽ 2025 വരെ സംസ്ഥാന സർക്കാരിൻ്റെ വിമുക്തി മിഷൻ വഴി ഏകദേശം 1.5 ലക്ഷത്തിൽ പരം ആളുകളാണ് വിമുക്തി നേടിപ്പോയിട്ടുള്ളത്. ഇതെല്ലാം 18 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളുടെ ചെറിയ കണക്കുകൾ മാത്രമാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കാൻ തുടങ്ങിയാൽ ഇനിയും ഒരുപാട് നീണ്ടുപോകും. കേരള എക്സൈസോ കേരള പോലീസോ വിചാരിച്ചാൽ മാത്രം ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. അതിൻ്റെ അടിവേര് അറക്കണമെങ്കിൽ ഓരോ ആളുകളും മുന്നോട്ടിറങ്ങി വരിക തന്നെ വേണം. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കേണ്ടത് നമ്മുടെ കേരള പോലീസിൻ്റെയും എക്സൈസിൻ്റെയും മാത്രം ദൗത്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടെയാണ്.